ഡിവോഴ്സ്ഡ് വുമൻസിന് പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. അതിലാദ്യത്തെ സ്ട്രെസ്സാണ് പാരൻറ്റിങ് സ്ട്രെസ്, ഇമോഷണൽ സ്ട്രെസ്, പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ സ്ട്രെസ്സാണ്. സോ ഈ സ്ട്രെസ്സൊന്നും ആക്ച്വലി ഈസ് നോട്ട് ഗോയിങ് ടു ഡിഫൈൻ യു കംപ്ലീറ്റ്ലി. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദിസ്, ഹിയർ ഈസ് എ 3 step that you can follow in your life in order to reset your life. അപ്പം ആദ്യത്തെ സ്റ്റെപ്പാണ് ഹീൽ യുവർ സെൽഫ്. അതിൽ ഹീലിംഗ് യുവർ സെൽഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ന് ഹീൽ ചെയ്തതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി പുതിയ ആളായിട്ട് വരുന്ന പരിപാടിയൊന്നുമല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടു ഫൈൻഡ് എ ഗുഡ് കമ്മ്യൂണിറ്റി ഓർ സ്റ്റാർട്ട് ടു ഫൈൻഡ് എ ഗുഡ് പേഴ്സൺ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിന് കംപ്ലീറ്റ്ലി പുറത്ത് പറയാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുക, ഒരു കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് റീഡിഫൈൻ യുവർ ഐഡൻറ്റിറ്റി. ഇത്രയും കാലം നിങ്ങളൊരു വൈഫായിരുന്നു ആൻഡ് ഇനി നിങ്ങൾ യു അഗെയിനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാം. ചില ആൾക്കാർക്ക് ക്രാഫ്റ്റൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് ഡ്രോയിങ്, സിംഗിങ്, ഇങ്ങനെയൊക്കെ ആവാം. അത് റീസ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മുടെ മൈൻഡിന് കുറച്ചുകൂടി ഒരു ന്യൂനെസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. മൂന്നാമത്തെ കാര്യമാണ് ഗിവ് എ ഫ്രഷ് സ്റ്റാർട്ട്. ലൈഫിന് പുതിയൊരു സ്റ്റാർട്ടിങ് കൊടുക്കാൻ നോക്കുക. ഈ ഒരു 3 steps ഇങ്ങനെ തന്നെ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വലിയ പ്രാക്ടിക്കാലിറ്റിന്നൊന്നുമല്ല നമ്മൾ തുടങ്ങാം, ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു ഔട്ട്. താങ്ക് യു.